എല്ലാവർക്കും പി എസ് റാങ്കറിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഞാനിപ്പോൾ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ തുടക്കക്കാർക്ക് വേണ്ടിയിട്ട്, അതായത് ഒരു ജോലിയിൽ പ്രവേശിക്കണം എന്നുള്ള ആ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടും പിന്നെ ഒരു ജോലി നേടണമെന്ന് ഈ വർഷം തന്നെ ഒരു ജോലി നേടണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി പരിശ്രമിക്കുന്നവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന 3 കാര്യങ്ങൾ നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിച്ച് അതുപോലെ ചെയ്ത് ആ പാത പിന്തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വർഷം തന്നെ നിങ്ങൾക്ക് ഒരു ഗവൺമെൻറ് ജോലിയിൽ PSC വഴിയോ എന്തായാലും ഈ വർഷം തന്നെ പ്രവേശിക്കാവുന്നതാണ്. അപ്പോൾ ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുള്ളൂ. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു എക്സാമിന് PSC അല്ലെങ്കിൽ ഏത് എക്സാം ആണെങ്കിൽ ആ എക്സാമിന് കോൾ ഫോർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് അതിൻ്റെ സിലബസ് നമുക്ക് മനസ്സിലാവും. ആ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സിലബസ് ഉണ്ടോ. അപ്പോൾ ആ സിലബസ് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ആ സിലബസ് അനുസരിച്ചിട്ടുള്ള ഒരു റിസോഴ്സ് വേണം. അതായത് അതുമായി ബന്ധപ്പെട്ട ഒരു ടെക്സ്റ്റ് ബുക്ക്, അതിപ്പോൾ PSC ആണെങ്കിൽ NCERT SCERT ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് ബുക്ക് വേണം. അപ്പോൾ ആ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നിങ്ങൾക്ക് പരമാവധി ആ തന്നേക്കണ സിലബസിലത്തെ ടോപ്പിക്സ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഇനി അതുകൂടാതെ കറണ്ട് അഫെയർസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടല്ലോ. അപ്പോൾ ആ കറണ്ട് അഫെയർസിന് വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു ടെലിഗ്രാം ചാനലിൻ്റെയോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലോ ഇനി അതും അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയർസുമായി ബന്ധപ്പെട്ട ബുക്കുകളോ അങ്ങനെയുള്ളതൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ ആ കറണ്ട് അഫെയർസ് അത് മാത്രം പോരാ, ഡെയിലി കറണ്ട് അഫെയർസ് അറിയണമെങ്കിൽ ഒരു ന്യൂസ് പേപ്പർ നിങ്ങൾ നിർബന്ധമായും വായിക്കണം. അപ്പോൾ ന്യൂസ് പേപ്പറിൽ അപ്പോൾ വരുന്നത് നിങ്ങളൊരു ഡയറിയിൽ കുറിച്ച് വയ്ക്കുക എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ കറണ്ട് അഫെയർസിൻ്റെ ഒരു സോഴ്സ് അപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് തന്നെ ഇപ്പോൾ ഒരു ചാനൽ ടെലിഗ്രാം ചാനലോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലോ ആണെങ്കിൽ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഒരെണ്ണം ഫോളോ ചെയ്ത് പോയാൽ അപ്പോൾ അതിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അതായത് ഒരു വർഷം മുതൽ ഇങ്ങോട്ടുള്ളതൊക്കെ 1.5 വർഷം മുതലുള്ളതൊക്കെ സാധാരണ ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളത് നിങ്ങൾക്ക് ആ രീതി കൂടെ ടെലിഗ്രാം ചാനൽ വഴിയോ യൂട്യൂബ് ചാനൽ വഴിയോ അത് സ്ഥിരം ഒരെണ്ണം തന്നെ ഫോളോ ചെയ്ത് പോകണം. അപ്പോൾ അങ്ങനെ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബുക്കുകൾ വാങ്ങിയിട്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ പത്രം വായിക്കണം ഡെയിലി. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്നതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. പത്രത്തിൽ നിന്നുള്ള അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് കാര്യങ്ങൾ കിട്ടും. അപ്പോൾ അതാണ് ഏറ്റവും ആദ്യം വേണ്ടത് റിസോഴ്സിന് ടെക്സ്റ്റ് ബുക്ക് സിലബസുമായി ബന്ധപ്പെട്ടത് പ്ലസ് കറണ്ട് അഫെയർസിൻ്റെ. അപ്പോൾ ഈ കാര്യങ്ങളാണ് ഏറ്റവും ആദ്യം വേണ്ടത്. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയാൻ ഇപ്പം നമ്മൾ സിലബസ് അനുസരിച്ച് ബേസൊക്കെ നേടിക്കഴിഞ്ഞു, ആ പോർഷൻസൊക്കെ പഠിച്ചു കഴിഞ്ഞു. പിന്നെ വരാൻ പോകുന്ന ഒരു പ്രശ്നം വെച്ചാൽ ടൈം മാനേജ്മെൻറ്റാണ്. അതായത് 1 മണിക്കൂറും ഉണ്ട്, 100 ക്വസ്റ്റ്യനും ഉണ്ട്. അതിൽ തന്നെ ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പൊക്കെ കുറേ വായിച്ചെത്താൻ തന്നെ കുറേ നേരം പിടിക്കും. അതുകൂടാതെ മാത്സ് പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് വരാൻ തന്നെ കുറച്ച് സമയമൊക്കെ എടുക്കും. അപ്പോൾ ആ ടൈം മാനേജ്മെൻറ്റ് അതായത് ഈ 1 മണിക്കൂറിനുള്ളിൽ ഈ 100 ചോദ്യങ്ങൾ ചെയ്യുക എന്നുള്ള ടൈം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണം. അത് ചെയ്യാൻ സാധിക്കണം. അത് ചെയ്ത് പ്രാക്ടീസ് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ അടുത്തൊരു റിസോഴ്സായിട്ട് തന്നെ കണക്കാക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ അടങ്ങി എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പ്രിൻ്റ് എടുത്ത് വയ്ക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഓൺലൈനായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെയൊക്കെ PDF കിട്ടും. അപ്പോൾ അത് നമുക്ക് വേറെ റിസോഴ്സായിട്ട് തന്നെ കണക്കാക്കാം. എന്നിട്ട് ആ ബേസൊക്കെ നമ്മൾ സിലബസ് അനുസരിച്ചിട്ടുള്ള ടോപ്പിക്സൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പിന്നെ ചെയ്യേണ്ടത് OMR ആൻസർ ഷീറ്റ് നമുക്ക് വാങ്ങാൻ കിട്ടും. അല്ലെങ്കിൽ പല ഇതിലൊക്കെ OMR ഇത് മോഡലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും OMRൻ്റെ ആൻസർ ഷീറ്റ് നമുക്ക് ഒരു കുറച്ച് പേജ് ആയിട്ടുള്ള ബുക്ക് വാങ്ങാൻ കിട്ടും. വലിയ വിലയൊന്നും ഇല്ല അതിന്. അപ്പോൾ ആ ഷീറ്റ് വാങ്ങിയിട്ട് ആ കൃത്യസമയം അതായത് ഈ 1 മണിക്കൂർ കൊണ്ട് 100 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ മറ്റേ പരീക്ഷയ്ക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ 1 മണിക്കൂർ കൊണ്ട് ഈ പറഞ്ഞ പോലെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് കുറേ വായിച്ചെത്തിക്കാണ്ട് പിന്നെ മാത്സ് ചെയ്ത് നോക്കാണ്ട് അപ്പോൾ ആ സമയം നമുക്ക് ഇതാവണം. അത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. ഞാൻ പറയുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ ഒരു OMR ഷീറ്റ് വെച്ച് നിങ്ങൾക്കൊരു പരീക്ഷ എഴുതി പോകാൻ സാധിക്കുന്നെങ്കിൽ വളരെ നല്ലത്. ഇല്ലെങ്കിൽ മിനിമം 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ PDF അല്ലെങ്കിൽ പ്രിൻ്റോ എടുത്തിട്ട് അത് ഈ 1 മണിക്കൂർ ടൈമർ വെച്ച് ഈ 1 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ആ 100 ചോദ്യം ഈ OMR ഷീറ്റിൽ ബബിൾ ചെയ്ത് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. അതാണ് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് നമ്മളൊരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ കോമ്പറ്റീഷൻ നല്ലോണം ഉണ്ടാവും. അപ്പോൾ ഈ കോമ്പറ്റീഷനിൽ സാധാരണ രീതിയിൽ 3 തരത്തിൽപ്പെട്ട ആൾക്കാരാണ് ഉണ്ടാവുക. ഒന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് നല്ലൊരു ശതമാനം തന്നെയുണ്ട്. അവർ വേറെ എന്തെങ്കിലുമൊക്കെ വർക്കിൽ ഏർപ്പെട്ടവരാവും. അപ്പോൾ സൈഡായിട്ടൊന്ന് എഴുതി നോക്കാം
കിട്ടിയായല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു വിഭാഗക്കാരാണ്. അപ്പോൾ കുറേ പേരൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, പല ടെസ്റ്റുകളും നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അത് കഴിഞ്ഞിട്ട് കൺഫർമേഷൻ കഴിഞ്ഞ് വരുമ്പോൾ നല്ലൊരു വിഭാഗം ആളുകൾ കൺഫർമേഷൻ തന്നെ അപ്ലൈ ചെയ്യും, പക്ഷേ കൺഫർമേഷൻ തന്നെ കൊടുക്കാതെ അവർ, അതായത് പിന്നീട് അവർ എഴുതണ്ടെന്ന് തീരുമാനിച്ച് കൺഫർമേഷൻ പോലും കൊടുക്കാത്തൊരു വിഭാഗം ആൾക്കാരുണ്ട്. അതാണ് ആദ്യത്തെ ഒരു വിഭാഗം എന്ന് പറയുന്നത്. പിന്നെ അത് നല്ലൊരു ശതമാനം വരും. പിന്നെ രണ്ടാമത് പറയുന്ന വിഭാഗം എന്ന് പറയുന്നത് അവർ ചിലപ്പോൾ കമ്പൈൻ സ്റ്റഡി നടത്തിയിട്ട്, ഒരു കൂട്ടം ആൾക്കാർ കമ്പൈൻ സ്റ്റഡി നടത്തുകയോ അല്ലെങ്കിൽ കോച്ചിങ്ങിനൊക്കെ പോയിട്ട് നല്ലപോലെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളൊരു വിഭാഗമാണ് രണ്ടാമത്തെ കാറ്റഗറി. അപ്പോൾ അവർ നമ്മൾ, അതായത് അവർ ഈ കോമ്പറ്റീഷനിൽ നല്ലൊരു പങ്ക് വഹിക്കുന്നവരാണ്. ഇനി മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് അവർ ആണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ, ഈ മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നവർ ആദ്യം പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ടല്ലോ, റിസോഴ്സൊക്കെ ടെക്സ്റ്റ് ബുക്കൊക്കെ അനുസരിച്ച് കറണ്ട് അഫയേഴ്സൊക്കെ അനുസരിച്ച് നല്ലപോലെ പഠിച്ച് തറവായി ആ ടൈമൊക്കെ കറക്റ്റായിട്ട് ടൈം മാനേജ്മെൻറ്റൊക്കെ കീപ്പ് ചെയ്ത് കുറേ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ആൻസർ ചെയ്ത് ടൈമൊക്കെ അതുപോലെ സ്പീഡിൽ വായിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പൊക്കെ സ്പീഡിൽ വായിച്ച് ആ ടൈം മാനേജ്മെൻറ്റൊക്കെ കറക്റ്റ് ചെയ്ത് ഒരു പരീക്ഷേനെ ടാർഗറ്റ് ചെയ്ത് അതിലെങ്ങനെ നേടണം എന്നൊക്കെ കരുതി, അതുപോലെ അതിന് കട്ട് ഓഫ് എത്ര വരും, ഇതിനെക്കുറിച്ചൊക്കെ നല്ല ധാരണയുള്ള ഒരു വിഭാഗം ആൾക്കാരുണ്ട് മൂന്നാമത്. അവരുടെ ഇതിലാണ് അവരെയാണ് നമ്മൾ കണക്കാക്കി അതിനനുസരിച്ച് നമ്മൾ ഒരു പരീക്ഷ വരുമ്പോൾ അതിൻ്റെ കട്ട് ഓഫ് എത്ര വരും. കട്ട് ഓഫ് വന്നുകൊണ്ട് മാത്രം കാര്യമില്ല, കട്ട് ഓഫ് എത്തി ജസ്റ്റ് ലിസ്റ്റിൽ കയറി കൂടിക്കൊണ്ട് കാര്യമില്ല. ആദ്യത്തെ റാങ്കുകളിൽ വന്നാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, ജോലി നമുക്ക് നേടാൻ പറ്റുള്ളൂ. ആ ലിസ്റ്റിൽ ആദ്യത്തെ വരണം. അപ്പോൾ ഈ മൂന്നാമത് പറഞ്ഞ വിഭാഗക്കാർ അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരാണ്. എല്ലാം ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വായിച്ച്, അതായത് ഒരുപാട് ടൈം മാനേജ്മെൻറ്റൊക്കെ കറക്റ്റായിട്ട് സമയത്തിനനുസരിച്ചൊക്കെ പ്രിപ്പയർ ചെയ്ത് റിസോഴ്സൊക്കെ നല്ലപോലെ തറവായി പഠിച്ചിട്ട് ടൈം മാനേജ്മെൻറ്റും ഒക്കെ സെൽഫ് സ്റ്റഡിയൊക്കെ നടത്തി നല്ലപോലെ വെൽ പ്രിപ്പയർഡ് ആയിട്ടുള്ള ഒരു ടീമുണ്ട്. ആ ടീമിലേക്ക് എത്താനുള്ള ഇത് നമ്മൾ ചെയ്തിട്ടുണ്ടാവണം. അവരാണ് ഈ കോമ്പറ്റീഷനിൽ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആ വിഭാഗത്തിലേക്ക് എത്താൻ ശ്രദ്ധിക്കണം. അതെത്തിയാൽ മാത്രം പോരാ, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കട്ട് ഓഫ് ഏകദേശം എത്ര വരും. അപ്പോൾ നമ്മൾ ലിസ്റ്റിൽ ആദ്യത്തെ റാങ്കിലേക്ക് കടന്നുകൂടിയാലാണ് പെട്ടെന്ന് ജോലി കിട്ടുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ ലിസ്റ്റിൽ ആദ്യത്തെ നമ്പറായിട്ട് വരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത്, അത് ഞാൻ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, അതായത് റിസോഴ്സ് നല്ലപോലെ തറവായിരിക്കണം, പിന്നെ ടൈം നല്ലപോലെ കീപ്പ് ചെയ്ത് ഈ OMR ആൻസർ ഷീറ്റ് ബബിൾ ചെയ്ത് നിങ്ങളതും എക്സ്പീരിയൻസ് ആവണം. അതായത് ക്വസ്റ്റ്യൻ വായിക്കാൻ നമ്മൾ ഇടയ്ക്ക് അതൊന്ന് നിർത്തിവെച്ചാൽ, അതായത് ഈ ക്വസ്റ്റ്യൻ വായിക്കൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യൽ ഇടയ്ക്കൊന്ന് നിർത്തിവെച്ചാൽ പിന്നെ നമുക്ക് ആ സ്പീഡ് പോവും, ആ ടൈം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളത് റെഗുലറായിട്ട് ഇങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുക. ഈ 3 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ തുടക്കക്കാർക്ക് പ്രത്യേകിച്ച് നിങ്ങൾ ഒരു ടെസ്റ്റ് എഴുതിയിട്ട് ജോലി നേടണം എന്ന് വിചാരിച്ച് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് എയിം ചെയ്യുമ്പോൾ ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. നിങ്ങളത് നല്ലപോലെ ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്കത് മുന്നോട്ട് വന്ന് നല്ലൊരു ജോലിയിൽ പ്രവേശിക്കാൻ പറ്റുള്ളൂ. സത്യം പറഞ്ഞാൽ ഇത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഈ പറഞ്ഞ രീതി പിന്തുടരുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നേടാൻ സാധിക്കും, ഒരു സംശയം വേണ്ട. അപ്പോൾ റിസോഴ്സ് അനുസരിച്ച്, സിലബസ് അനുസരിച്ചുള്ള റിസോഴ്സ്, അതായത് ടെക്സ്റ്റ് ബുക്കോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ബുക്കുകളോ നിങ്ങൾ ചൂസ് ചെയ്യണം കറക്റ്റായിട്ട്. കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇത് രണ്ടും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ടൈം, റെഗുലർ പ്രാക്ടീസ് കൊണ്ട് മാത്രമേ ടൈമിലേക്ക് നമുക്ക്, ആ ടൈമിൻ്റെ ഉള്ളിൽ നമുക്ക് ഏത് പരീക്ഷയായാലും നമുക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ജോലിക്ക് എത്രയും പെട്ടെന്ന് പ്രവേശിക്കണമെങ്കിൽ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളതുപോലെ പ്രവർത്തിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു.